സ്ത്രീയും പുരുഷനും മാത്രം മതി, വേറെ പുതിയതായിട്ടൊന്നും വേണ്ട എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ ഒരു റൂളിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഭയങ്കര മോശമായിട്ട് എന്നാ നോക്കി കാണുന്നത്. ഇങ്ങനെയുള്ള ഒരു കല്യാണമാണ് നിങ്ങളുടെ മനസ്സിൽ? ഞങ്ങൾക്ക് മുസ്ലിം ചെയ്യാൻ താല്പര്യമുണ്ട്, പിന്നെ ക്രിസ്ത്യനും ചെയ്യാൻ ഞങ്ങൾ നോക്കുന്നത്. ക്രിസ്ത്യൻ വെഡിങ് കുറച്ച് താല്പര്യമുള്ളത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എല്ലാ മതത്തിന്റെ ഇതും കൂടെ എടുത്തിട്ട് ഒരു കല്യാണം ആയാലോ. അത് ഒരു ദിവസം തന്നെ അങ്ങനെ ചെയ്യോ, അല്ലെങ്കിൽ ഓരോ ദിവസം പറ്റൂല. ഒരു ദിവസത്തെ കല്യാണം കഴിഞ്ഞ അന്നത്തെ ഫസ്റ്റ് നൈറ്റ്, അടുത്ത ദിവസത്തെ കല്യാണം കഴിഞ്ഞ അടുത്തതിന്റെ ഫസ്റ്റ് നൈറ്റ്, ഇതൊക്കെ വിളിച്ചോടുമ്പോ നമ്മള് അത്യാവശ്യ സാധനങ്ങളെല്ലാം എടുക്കുള്ളൂ. ഇറങ്ങേണ്ട നേരത്താണ് കഞ്ഞിയും കാലം വെക്കണ്ടേ. അതെ, ചിക്കൻ കറി വെക്കാൻ കുക്കർ യൂസ് ചെയ്യാറുണ്ട്. മൾട്ടിപ്പിൾ യൂസ് അല്ലേ കുക്കറിൽ ചായ വെക്കും. അതെ, കുക്കറാണ് ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾക്ക് എന്താണ് അത് കുക്കറിൽ ചായ വെക്കുമല്ലോ, നല്ല ടീച്ചർ ചായ വെക്കുന്ന ആൾക്കാരുണ്ടോ? ഞങ്ങൾ വെച്ചിട്ടില്ല. അപ്പൊ അത് വിസിലടിച്ച് പോകൂലേ? അതെയല്ലേ ശരിക്കും ഒരു പെങ്കൊച്ചിന് കല്യാണം കഴിക്കുമ്പോ സ്ത്രീധരമില്ല, കുക്കർ. അടുത്തത് നോ എക്സ്പ്രഷൻ ചാലഞ്ച്. എക്സ്പ്രഷൻ എപ്പോഴും അപ്പ് ഔട്ട്. അപ്പൊ ഇത് തിന്നിരുന്നാലാ ആ കോൺഫിഡന്റ് കിട്ടുന്നു. എക്സ്പ്രഷൻ എഴുത് കുട്ടി. കഴിക്കുന്ന പുളിക്കുന്നൊന്നുമില്ല. എന്റെ ഒരു പുളി ഉണ്ട്. ഇനി വേണോ? നമ്പർ 2. വാനിൽ വാങ്ങാറുന്നില്ലേ? ഇപ്പൊ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് അവര് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ പോയി താമസിക്കോ? നിങ്ങളടുത്ത് പറയാം നിങ്ങൾ പിരിയൊന്നും വേണ്ട, നമ്മളിപ്പോ അങ്ങോട്ട് കോണ്ടാക്ട് കീപ്പ് ചെയ്താലോ അവർ പറയുന്നോട് ഡ്രസ്സ് ഇടാൻ പറയും, പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻ അത് കട്ട് ചെയ്യണം. എന്റെ അനിയത്തി ആയിട്ട് റീകണക്റ്റഡ് ആയി ഇരുന്നു, ഞങ്ങൾ മീറ്റ് ചെയ്തു. അപ്പൊ ആ ഒരു ടൈമിൽ അനിയത്തി പറഞ്ഞു എന്നെ കൊല്ലാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു, അറിയോ വല്ലതൊന്ന്. ഹലോ, വെൽക്കം ടു വെറൈറ്റി മീഡിയ. ഞാൻ നൈനിഷ. ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള, അതുപോലെ തന്നെ ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു ലെസ്ബിയൻ കപ്പിളാണ്. നമുക്ക് വെൽക്കം ചെയ്യാം ആദില നൂറ. ഹായ്. ഭയങ്കര ക്യൂട്ടാ രണ്ടുപേരെയും കാണാൻ, നല്ല ഭംഗിയാ. നിങ്ങൾ എങ്ങനെ നോക്കുമ്പോഴും ഒരു പ്രത്യേക ഭംഗിയുണ്ട് രണ്ടുപേരുടെ കയ്യിൽ ഇപ്പൊ ഒന്നുമില്ല. എന്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ വന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞു എന്റെ മാക്സിമം ഞങ്ങളെ പൊക്കണം. അപ്പൊ അത് ഞാൻ ഏറ്റവും ഫസ്റ്റ് ഇത്ര മതിയോ? ഇനി വെക്കണോ? ഇല്ല, വേണ്ട. വീഡിയോ കമ്പനി വിടണോ? അതെടുത്തു. ഞാൻ ആദിലിനെ ഫസ്റ്റ് ശ്രദ്ധിക്കുന്നേ കുറേ മുമ്പ്, അതായത് എൻ്റെ പാർട്ട്ണർ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് മനോരമയിലേറ്റോ ആണെന്ന് തോന്നുന്നു ഒരു ന്യൂസ് ചാനലിൽ വന്നിരുന്നു. അന്ന് ഭയങ്കര ലുക്കൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ, ഇതുപോലെയല്ല. പക്ഷെ അന്ന് ഞാൻ കാണുമ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല നിങ്ങൾ ഇനി ഇങ്ങോട്ട് സജീവമായിട്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമില്ല. അതെങ്ങനെ വന്നു? പിന്നെ അങ്ങനെ വന്ന് ചോദിച്ചാ അതൊക്കെ പെട്ടെന്നായിരുന്നു. നമ്മൾ തന്നെ വിചാരിച്ചിട്ടില്ല ഒരിക്കലും. നമ്മള് എന്താ പറയാ, ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നമ്മൾ സംസാരിക്കും, അങ്ങനെ നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. യൂട്യൂബർ ആവും അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ടില്ലായിരുന്നു. സ്റ്റാർട്ടിങ് നമുക്കും ആ ഒരു സംഭവത്തിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഓക്കെ ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള ഒരു ഇതിലോട്ട് വന്നപ്പോൾ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങി. അങ്ങനെ ശരിക്കും നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് ഒക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടാവുമല്ലോ, നമ്മുടെ ലൈഫൊക്കെ ഇനി ഇങ്ങനെയാവും എന്താവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങൾ അന്ന് ചിന്തിച്ചിരുന്നു? അന്നും ഇന്നത്തെ ഒരു വ്യത്യാസമാണ് ഞാൻ നോക്കുന്നത്. അന്ന് ചിന്തിച്ചത് എങ്ങനെയാ വെച്ചാൽ ഭയങ്കര ടഫായിരിക്കും. എങ്ങനെ നമ്മളിത് പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ എങ്ങനെ നമ്മൾ ഇത് എന്നൊക്കെ ഭയങ്കര ഒരു ചിന്ത ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോ വന്ന് നോക്കുമ്പോൾ ഈസിയാണ്. അതായത് അന്ന് നമ്മൾ വിചാരിച്ചിരുന്ന പോലെ അത്ര ഹാർഡല്ല. ഹാർഡ് ടൈംസ് ഉണ്ടായിട്ടുണ്ട്, ഇമോഷണലി ഹാർഡ് ടൈംസ് ഉണ്ടായിട്ടുണ്ട്. അല്ല, നമ്മുടെ റിലേഷൻ അറിഞ്ഞ സമയത്ത് ഉള്ള പ്രശ്നങ്ങളാണ് ഹാർഡായിട്ട്. അതല്ലാതെ നമ്മൾ ഇപ്പൊ എന്താ ജീവിക്കുകയാണെങ്കിലും നമുക്ക് നമ്മളന്ന് വിചാരിച്ച ആ ഒരു ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കും. സ്ട്രഗിൾ ഉണ്ടില്ല എന്ന് പറയുന്നില്ല, എല്ലാവരും സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണല്ലോ ജീവിക്കുന്നത്. ജോലി ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പോ ട്രംപ് ഒരു റൂള് ഇറക്കിയിട്ടുണ്ട് അമേരിക്കയിൽ. അതായത് LGBTQ സംരക്ഷണം ഒഴിവാക്കാണ്, ഇനി 2 എണ്ണം മതി, സ്ത്രീയും പുരുഷനും മാത്രം മതി, വേറെ പുതിയതായിട്ടൊന്നും വേണ്ട എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ ഒരു റൂളിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഭയങ്കര മോശമായിട്ട് എന്നാ നോക്കി കാണുന്നത്.
എനിക്ക് വലിയ ഇഷ്ടമൊന്നായില്ല ചെയ്തത്. അതൊക്കെ ശരിയായില്ല. കുറെ ആൾക്കാർ അതിന് ട്രോളൊന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഞങ്ങളുടെ കമന്റ് ബോക്സിലാണെങ്കിൽ വന്ന് കണ്ടില്ലേ ട്രംപ് ഇനിയിപ്പോ അടുത്തത് ഇന്ത്യയിൽ വരും എന്നൊക്കെ വന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടില്ലല്ലോ അങ്ങനെ ഒന്നും. അതെ, നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടോ ഇന്ത്യയിലേറ്റോ അങ്ങനെ വരുമെന്ന്? ടെൻഷനൊന്നുമില്ല. ലൈക്ക് ഇനി അങ്ങോട്ട് നമ്മൾ പിന്നെ അമ്പുറത്തോട്ട് പോവില്ല, ബാക്ക്വേർഡ്സ് പോവില്ല, മുന്നോട്ട് വരാനുള്ള ഒരു ഇതാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോ വലിയ അയാളാണെങ്കിൽ ആ റൂള് ഇതാക്കിയിട്ടൊന്നും ഇല്ല. ജസ്റ്റ് പറഞ്ഞല്ലോ അതിനെതിരെ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ടെന്നും എവിടെയൊക്കെ എന്തോ വായിച്ച് അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അതെ, നിങ്ങൾക്ക് ഇപ്പൊ ഒരു സംഘടന ഉണ്ടാവുമല്ലോ ഇല്ലേ? ഞങ്ങൾക്ക് സംഘടന അല്ല, LGBTQ-ന് ഇല്ലേ? അപ്പൊ അതിലൊക്കെ നിങ്ങൾ ഇത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നോ? നമ്മളങ്ങനെ ഓർഗനൈസേഷനായിട്ട് വലിയൊരു ഇതൊന്നുമില്ല. ലൈക്ക് നമ്മൾ ഇറങ്ങി അങ്ങനെ പ്രവർത്തിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യും, അങ്ങനത്തെ ഒരു ഇതാണല്ലോ. ഡിസ്കഷൻസ് ഒക്കെ പോയിട്ടുണ്ടോ? നമ്മളായിട്ട് ഡിസ്കഷൻസ് പോയിട്ടില്ല, പക്ഷെ ഓലായിട്ട് പോയിട്ടുണ്ടാവാ മതി. ഞങ്ങൾ തമ്മിൽ ഡിസ്കഷൻ പോയിട്ടുണ്ട് ഞങ്ങളുടെ ചിന്ന ഫാമിലിയിൽ. ഇൻ കേസ് ഇനിയിപ്പോ ഇന്ത്യയിൽ അങ്ങനെ വന്നു എന്ന് ഇരിക്കട്ടെ, എന്തായിരിക്കും നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ്? അടുത്ത സ്റ്റെപ്പ് വരുമ്പോ അപ്പൊ തന്നെ നമ്മള് ലൈക്ക് ഉള്ള ആൾക്കാര് ഓക്കെ അങ്ങനെ പറയില്ല. നമ്മള് പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ജനാധിപത്യത്തിന്റെ അർത്ഥമൊന്നും വിലങ്ങനെ ചോദിക്കണം. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ജനാധിപത്യം. അതിലെനിക്ക് സോഷ്യൽ അതെ, നിങ്ങൾ കുറച്ചൊന്ന് മീൻസ് നിങ്ങളുടെ ചാനലിലല്ലാതെ, അല്ലെങ്കിൽ നിങ്ങൾ പല പല ചാനലിലും ഞാൻ ഓൺലൈൻ ചാനലിൽ നിങ്ങളെ കാണാറുണ്ട്, പക്ഷെ കുറച്ച് നിങ്ങൾ ചാനലിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ പൊന്തി വരും. മീൻസ് എന്തെങ്കിലുമൊക്കെ നിങ്ങളെ പറ്റി എങ്ങനെയെങ്കിലൊക്കെ കാണും. അങ്ങനെ ഞാനൊക്കെ എവിടെന്നെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പ്രസവിച്ചെന്നോ നിങ്ങൾ പിരിഞ്ഞുന്നോ അങ്ങനെയൊക്കെയാണ് കോഴിക്കുഞ്ഞ് മുട്ടയിടല്ലേ ചെയ്യാ? അതിനെന്താ പ്രസവിച്ചാലും ഇപ്പൊ വെറൈറ്റിക്ക് പ്രസവിച്ചാലും. അപ്പൊ ഈ അടുത്ത് ഞാൻ വീണ്ടും നിങ്ങളെ കാണുന്നത് എങ്ങനെയാണെന്നറിയോ? സിജോയുടെ വെഡിങ്ങിന്. അത് മാരക ലുക്കായിരുന്നു കേട്ടോ. രണ്ടുപേരും അതെ, നല്ല ഡ്രസ്സ്, നല്ല ഭംഗിയുണ്ടായിരുന്നു അതില്. എനിക്ക് ഈ ഡ്രസ്സിങ്ങിനെ പറ്റിയിട്ട് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അതിശയം തോന്നിയ നൂറേന്റെ ഇതിലാണ്. നൂറിന് ഫസ്റ്റ് കാണുമ്പോ ഇങ്ങനെ അല്ലായിരുന്നല്ലോ അല്ലേ? ഷോളൊക്കെ ഇട്ട് പർദ്ദയായിരുന്നോ യൂസ് ചെയ്തത്? അല്ല, അതൊരു ടോപ്പായിരുന്നു. പക്ഷെ ആ വീഡിയോയില് ടോപ്പായിരുന്നു. അത് കുറെ ആൾക്കാർ ബ്ലാക്ക് ടോപ്പ് ആയിരുന്നു, അല്ലാണ്ട് പർദ്ദല്ല. അതെ, അപ്പൊ കാണുമ്പോ ശരിക്കും നമ്മള് പർദ്ദയൊക്കെ ഇട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ കാണുന്ന ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ. നോക്കുമ്പോ എനിക്കെന്തോ ക്രിഞ്ച്. എന്താ ക്രിഞ്ചാന്റെ? പഴയ പോലെ എന്താ പോലെ. ഞാൻ അത്ര ഓക്കെ അല്ലായിരുന്നു, ഇപ്പോഴാണ് ഓക്കെ ആയത്. ശരിക്കും ഇതാണ് നിങ്ങളുടെ ഇഷ്ടം? ഇതാണ് ഇഷ്ടം. എപ്പോഴാ അങ്ങനെ ഇനി എനിക്ക് ഇങ്ങനത്തെ ഡ്രസ് ഒന്നും വേണ്ട, നീ ഞാൻ മാറ്റി ഇങ്ങനത്തെ ഡ്രസ് ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അല്ല, മീൻസ് ആ ഒരു ഡ്രസ്സിന്ന് നിങ്ങൾ പുറത്തേക്ക് മീൻസ് അത് ഒഴിവാക്കി ഇപ്പൊ ഇങ്ങനെയാണല്ലോ നിങ്ങളുടെ ഇഷ്ടത്തിന്, അതൊക്കെ അത് എപ്പോഴാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയത്? ഇനിയിപ്പോ അതിലെ പിന്നെ കാണുമ്പോഴേ അതിൽ ഏകദേശം ഇങ്ങനെ ഒരു സ്റ്റൈൽ തന്നെയാണ്. പിന്നെ ഞാൻ ഇവിടെ പിടിച്ചിട്ടുണ്ടോ തലയിലൊക്കെ തട്ടുവിട്ട് നാണിച്ചു പറയണോ? അല്ലടാ ഞാൻ ജസ്റ്റ് ഷോൾ ഇട്ടതല്ലാതെ വേറെ ഇല്ലായിരുന്നു. കോഴിക്കോടും അങ്ങനെ ആയതുകൊണ്ട് പുറത്തു പോകുമ്പോ പർദ്ദ അങ്ങനത്തെ അല്ല, അങ്ങനെയല്ല, കുറച്ചും കൂടെ അങ്ങനെ പോകുന്ന മലപ്പുറം സൈഡും എറണാകുളം അങ്ങനെ ഇല്ല. നമ്മള് ഷോള് ചുറ്റിയാ അത് വലിയ കാര്യം. ഷോള് ചുറ്റിയാ അങ്ങനത്തെ ഒരു ഇതാണല്ലോ, ഷോള് ചുറ്റുമായിരുന്നു. പിന്നീട് അങ്ങോട്ട് വന്നപ്പോ ഇതിലല്ലല്ലോ കാര്യം ഇരിക്കുന്നത്. പിന്നെ അത് ഒഴിവാക്കാൻ തോന്നിയതല്ല, ജസ്റ്റ് ഒരു മാറ്റം. നമ്മൾ തന്നെ അറിഞ്ഞില്ല നമ്മുടെ അടുത്തുനിന്ന് പോയത്. ലൈക്ക് മോർ കംഫർട്ടബിൾ ലൈക്ക് ഇങ്ങനത്തെ ഡ്രസ് ഇടുമ്പോഴാണ്. അതാ ഷോൾ ഇടലൊക്കെ ഉണ്ട്, റീലൊക്കെ ചെയ്യലൊക്കെ ഉണ്ട്. ഞാന് അതായത് ഒരു ചാനലില് ഹെഡിങ് തമ്പ് കണ്ടതാണ്, നൂറയുടെ സർജറി കഴിഞ്ഞു. എന്ത് സർജറിയാന്ന് അവരവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ ആരോ ഇട്ടെ? ഞങ്ങൾ തന്നെ ഇട്ടെ? നിങ്ങളാണോ എന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ കണ്ടു, അത് ഹൈലൈറ്റ് ചെയ്തതാണ്. സർജറി കഴിഞ്ഞു നൂറ. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക, ഇനി സർജറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി എന്ത് സർജറിയാണ് ചെയ്തത്? നിങ്ങളെ പറ്റി പല ന്യൂസുകളും നമ്മൾ അറിയാണ്ട് വരുന്നത്. ആക്ച്വലി എന്ത് സർജറി ആയിരുന്നു കഴിഞ്ഞ? അത് മുട്ടിന്റെ സർജറി, മെനിസ്കൽ ടിയർ ഉണ്ടായിരുന്നു. ജിമ്മിന് പോയപ്പോ ചെറുതായിട്ടൊരു ടിയർ ചാടിയതാ. അപ്പൊ അങ്ങനെ ആ ഒരു മുട്ട് പൊട്ടിയതല്ല, അത് ചെറുതായിട്ട് ടിയറായി. പാടുണ്ട്, അപ്പൊ അതൊന്ന് ടിയറായി.
അതാണ് സർജറി, അല്ലാണ്ട് വലിയ സംഭവം ഒന്നല്ല. ഓക്കെ, ഇപ്പൊ ഇവരിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് സർജറി കഴിഞ്ഞെന്നൊക്കെ പറയുമ്പോ പല ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരുന്നുണ്ടല്ലോ. അപ്പൊ അതാണോ നിങ്ങൾ ഇനി ഇപ്പൊ സർജറി കഴിഞ്ഞോ? പക്ഷെ എന്ത് സർജറി കഴിഞ്ഞ അല്ല, അങ്ങനെയൊക്കെയുള്ളെങ്കിൽ നമ്മളൊക്കെ നോക്കുള്ളൂ. അത് വേറെ കാര്യം. ഞാനും അങ്ങനെ തന്നെയാ നോക്കിയേ. എല്ലാരും മനുഷ്യന്മാരല്ലേ പിള്ളേ, അപ്പൊ അങ്ങനെ നോക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് അതായത് ഇപ്പൊ നിങ്ങൾ ലെസ്ബിയൻ ഇപ്പോഴല്ല എപ്പോഴും അല്ലെ, എപ്പോഴും നിങ്ങൾ ലെസ്ബിയൻ കപ്പിളായിട്ട് തന്നെ അങ്ങനെ തന്നെയല്ലേ ഇനി തുടരുള്ളൂ അല്ലേ? എന്താ തോന്നുന്നത്? അല്ല സർജറി ചോദിച്ചതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, സർജറി ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഒക്കെ വരുമോ? അല്ല, എനിക്ക് ഇതിനെ പറ്റി അറിയാൻ നല്ല ക്യൂരിയോസിറ്റിയാ. അറിയിക്കാൻ ആരുമില്ല. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കിട്ടിയപ്പോ നമ്മളെടുത്ത് ഇല്ല, സർജറി ഒന്നും ഇല്ല. ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത് പെൺകുട്ടികളായിട്ട് തന്നെയാണ്. സോ അങ്ങനെ തന്നെ പോകും. അങ്ങനെ തന്നെ പോകും അല്ലെ? ഇനിയിപ്പോ കല്യാണം കഴിക്കണം, ബേബി വേണം എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പൊ ശരിക്കും കല്യാണം കഴിക്കണം എന്ന് നിങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ജീവിക്കുന്നത് അല്ലെ? പാർട്ട്ണർ തന്നെയാണ് റിക്വയർഡ്. കല്യാണം എന്ന് പറയുന്നത് വെറുതെ ഒരു ഫംഗ്ഷൻ, കാര്യങ്ങൾ ഫംഗ്ഷൻ പോലെ വെക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാര് അവര് വന്നിട്ട് നമ്മള് നല്ല ഡ്രസ്സില് ഗിഫ്റ്റ്, ആ ഒരു ദിവസം മെമ്മറബിൾ ആവുമല്ലോ നമുക്ക്, നമ്മളെ മാരേജ് ഡേ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സംഭവം വെക്കണം എന്നുണ്ട്. എങ്ങനെയുള്ള ഒരു കല്യാണമാണ് നിങ്ങളുടെ മനസ്സിൽ? ഞങ്ങൾക്ക് മുസ്ലിം ചെയ്യാൻ താല്പര്യമുണ്ട്, പിന്നെ ക്രിസ്ത്യനും ചെയ്യാൻ ഞങ്ങൾ നോക്കുന്നത്. ക്രിസ്ത്യൻ വെഡിങ് കുറച്ച് താല്പര്യമുള്ളത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എല്ലാ മതത്തിന്റെ ഇതും കൂടെ എടുത്തിട്ട് ഒരു കല്യാണം ആയാലോ അല്ലേ? ഒരേ ഇതിലിങ്ങനെ വെക്കാൻ വേണ്ട, നമുക്ക് എല്ലാവരും ഒരേപോലെ. അത് ഒരു ദിവസം തന്നെ അങ്ങനെ ചെയ്യോ, അല്ലെങ്കിൽ ഓരോ ദിവസം പറ്റൂല? ഒരു ദിവസത്തെ കല്യാണം കഴിഞ്ഞ അന്നത്തെ ഫസ്റ്റ് നൈറ്റ്, അടുത്ത ദിവസത്തെ കല്യാണം കഴിഞ്ഞ അടുത്തതിന്റെ ഫസ്റ്റ് നൈറ്റ്. ഫസ്റ്റ് നൈറ്റ് ആണല്ലേ ശരിക്കും? എത്ര ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞു? അയ്യോ, എണ്ണീട്ടില്ല. ഇപ്പൊ കിട്ടിയില്ലേ? ഇല്ല, എണ്ണാൽ ഉണ്ടാവില്ല. ആങ്കർ വരെ എണ്ണലില്ല. എനിക്ക് ഓക്കെ, ഇനി ഒന്ന് കഴിക്കണേ, ഒന്ന് കഴിച്ചേ. ടാറ്റു ആണോ? ടാറ്റു. ഇത് എന്താ ഇതെന്താണ് പറയും? എന്താ ഇത്? എനിക്ക് മറ്റേതില്ലേ ഡ്രീം ക്യാച്ചർ ഒക്കെ കാറിന്റെ മുകളിലൊക്കെ തൂക്കിയിടുന്ന സാധനം പോലെ തോന്നുന്നത്. ഫീനിക്സ് ബേർഡാ. റീബർത്ത്, ഒരു പുനർജനിച്ചു. എത്ര മണിക്ക്, എപ്പോ, എവിടെ വെച്ചു? ശരിക്കും നിങ്ങൾ എന്നാ നിങ്ങളുടെ മനസ്സിലൊരു പുനർജനിക്കുന്നത് എന്നാ? നിങ്ങൾ മനസ്സിൽ പുനർജനിക്കുന്നത് ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുക ആ ഒരു ടൈമിലാണ് നമ്മള് ഒന്ന് പുനർജനിച്ചത്. അതെ, ആ ഒരു ഡിസിഷൻ ഇല്ലേ, അത് നിങ്ങൾ എന്നാ എടുക്കുന്നത്? നമുക്ക് പോവാ, വിട്ടു പോവാ, ഇവിടെ വിട്ടെങ്കിലും പോവാ എന്ന് എപ്പോഴാ എടുക്കുന്നത്? ആരാ എടുക്കുന്നത്? റിലേഷൻഷിപ്പ് അല്ലാതെ എന്താ പറയാ, നമുക്ക് വീട്ടിൽ നിന്ന് പോകണമെന്നുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് പോണം, അത്രക്ക് നല്ലൊരു ഞാൻ കാണാറുണ്ട്. അത്രക്ക് കംഫർട്ട് അല്ലാത്തൊരു ഫാമിലി ആണെന്ന് നിങ്ങൾ അല്ലേ? സോ ഞങ്ങൾക്കത് റിലേഷൻഷിപ്പ് നമ്മളങ്ങനെ വിചാരിച്ചിരിക്കുമ്പോ റിലേഷൻഷിപ്പ് നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ ആസ് എ ഹ്യൂമൻ ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു. ഞങ്ങൾ ഇറങ്ങണമെന്ന് വിചാരിക്കുക. റിലേഷൻഷിപ്പ് നമ്മൾ എന്തായാലും അക്സെപ്റ്റ് ചെയ്യൂല വീട്ടുകാർ. ഞങ്ങൾ ഇറങ്ങി. എപ്പോഴെങ്കിലും ഇറങ്ങണ്ടായിരുന്നു? അല്ലെങ്കിൽ ഒരിക്കലും ഇല്ല. നോ മോർ ക്വസ്റ്റ്യൻസ്. ആളെ വിട്ട് തല്ലിക്കും. അല്ല, ശരിക്കും നിങ്ങൾ ഞാൻ ചോദിച്ചില്ലേ, നമുക്ക് ഇറങ്ങാം എന്നുള്ള ഡിസിഷൻ ആരാ നിങ്ങളെല്ലാം എടുക്കുന്നത്? അത് ആക്ച്വലി നമുക്ക് 3 വർഷം ഡിഗ്രിയുടെ ടൈം ഉണ്ടായിരുന്നു. +2 പഠിച്ചിരിക്കുന്ന സമയത്ത് റിലേഷൻ സ്റ്റാർട്ടായി. അപ്പൊ തന്നെ വീട്ടില് ടുവേർഡ്സ് ദി എൻഡ് +2 ബോർഡ് എക്സാമിന്റെ ടൈമിലൊക്കെ അറിയുകയൊക്കെ ചെയ്ത്. അപ്പൊ തൊട്ട് ഭയങ്കര ഹാർഡ് ടൈമാണ്. ഓൾറെഡി നമ്മള് ഇറങ്ങണമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോഴാണ് നമുക്ക് ഒരു റിലേഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, രണ്ടുപേർക്കും ലൈക്ക് മൈൻഡ് ആണെന്ന് തോന്നി. വീട്ടുകാരായിട്ട് നല്ലൊരു ഇതുമില്ല, മനസ്സിലാക്കാൻ നോക്കി, പക്ഷെ മനസ്സിലാക്കൂല, ഒരിക്കലും ആക്കൂല. അപ്പൊ നമുക്ക് ഞങ്ങൾ രണ്ടാളും മലയാളം ക്ലാസ്സിൽ ഇരിക്കുന്നോട്ട് എനിക്ക് ഞാൻ അത്ര മലയാളം പറയുന്നോണ്ടാണോ? ഇല്ല, എനിക്ക് അത് മാത്രമേ അറിയൂ. അതുകൊണ്ടാണ് അപ്പൊ അത്
3 വർഷം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിഗ്രിയുടെ ടൈമിൽ എന്താവും എങ്ങനെയാവും ഇവര് ഓക്കെ ആവോ. ഇവളുടെ സൈഡിൽ നിന്ന് നല്ല പേടിയുണ്ടായിരുന്നു, ഉപദ്രവിക്കാൻ വരുമോ. പ്രഷറും ഉണ്ടായിരുന്നു. അപ്പൊ ഡിഗ്രി കഴിഞ്ഞിട്ടേ ഇറങ്ങുള്ളൂ എന്നുള്ള ഒരു വാശിയുണ്ട്. ബട്ട് സ്റ്റിൽ മനസ്സിനൊരു ചാഞ്ചാട്ടുണ്ടായിരുന്നു. ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോ പിന്നെ പ്രപ്പോസൽ വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു അവൾക്ക് അവിടെ എത്രത്തോളം നിൽക്കാൻ പറ്റില്ല എന്ന്. ഞാൻ കേൾക്കുന്നുള്ളൂ, ഗോ ത്രൂ ചെയ്യുന്നത് അവൾ. അപ്പൊ എനിക്ക് അത്ര കഷ്ടപ്പെടുത്തേ വേണ്ട. അപ്പോഴത്തെ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് ഞാൻ ചോദിച്ചു നമുക്ക് ഇപ്പൊ ഡിസ്കണ്ടിന്യൂ ചെയ്ത് പിന്നെ നോക്കിയാലോ എന്നൊക്കെ. എല്ലാ റിലേഷൻഷിപ്പിലും നിങ്ങളത് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല അല്ല, എല്ലാം ഒരു മനുഷ്യൻ 2 മനുഷ്യന്മാർക്ക് തോന്നുന്ന ഇഷ്ടമാണ്. പക്ഷെ മറ്റുള്ള ഇഷ്ടത്തിൽ എന്ന് വെച്ചാൽ അപ്പുറത്തൊരു ബോയ് ആവുമ്പോ കുറച്ചുകൂടി അവർക്ക് എന്താ പറയാ കോണ്ടാക്ട്സ് പിന്നെ എല്ലാം എളുപ്പമാണ്. അപ്പൊ അങ്ങനെയുള്ള അപ്പുറത്തൊരു ബോയ് ആണെങ്കിൽ കുറച്ചും കൂടി നമുക്കൊരു ധൈര്യം മീൻസ് നിങ്ങൾ ഉദ്ദേശിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അതായത് പെട്ടെന്ന് കോണ്ടാക്ട്സ് എടുക്കാം, യെസ് പുറത്തിറങ്ങി എന്ത് വേണം. ഇനിയിപ്പോ രാത്രിക്ക് ഇപ്പൊ നൂറയ്ക്ക് ഒരു പ്രശ്നം വന്നെന്ന് വിചാരിക്കാം, ആ സമയത്ത് തന്നെ നൂറനെ വന്ന് അവനെ ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ഈ സൈഡിൽ നിൽക്കുന്നത് ആദിലെ ആയതുകൊണ്ട് അതിലെ ഞാൻ ഒരു ബോയ് ആയിട്ട് എടുക്കല്ല കേട്ടോ, പുള്ളിക്ക് പ്രശ്നം വന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ആദിലേക്ക് വന്നിട്ട് നൂറനെ വിളിച്ചുകൊണ്ട് ഇപ്പൊ രാത്രിയൊക്കെ എവിടെയെങ്കിലും ഇറങ്ങി പോവാ, എവിടെയെങ്കിലും റൂം എടുക്കാം. 2 പേര് പെൺകുട്ടികളായതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് പ്രശ്നം വന്നിട്ടുണ്ടോ? അതൊക്കെ നിങ്ങൾ ഫേസ് ചെയ്തത് എങ്ങനെയാ? എനിക്ക് ആക്ച്വലി എന്നെ ആരും വിളിച്ചോണ്ട് പോകേണ്ട ആവശ്യമില്ല. ഞാൻ തന്നെ ഒറ്റക്ക് രാത്രി ഞാൻ തന്നെ ഒറ്റക്ക് ഇറങ്ങിയതാ, ബാഗൊക്കെ പിടിച്ച് ഞാൻ തന്നെ ഒറ്റക്ക് ഇറങ്ങിയത്. ഭയങ്കര ഇതായിരുന്നു വീട് ബാഗ്. അതും നമ്മള് വന്നപ്പോ എന്തോ നമ്മള് വീട് വിട്ട് പോണ വിട്ട് ഒളിച്ചോടുമ്പോ നമ്മള് അത്യാവശ്യ സാധനങ്ങളെല്ലാം എടുക്കുള്ളൂ. ഇത് സാധനം എടുത്തു പറയാണ്ടിരിക്കണല്ലത്. യൂട്യൂബ് ചാനൽ കപ്പ് വരെ എടുത്ത് ചായല്ല വെള്ളം കുടിക്കുന്ന കപ്പ്. അത് കുക്കർ അതൊക്കെയുള്ള കഞ്ഞി ഇല്ല കഞ്ഞി കുടിച്ചൊക്കെ ഞാൻ പറഞ്ഞതാ നമുക്ക് ചെലവ് ആയിട്ടുള്ള ഒന്നും എടുത്തില്ലേ വീട്ടിൽ നിന്ന്? മേക്കപ്പ് കോസ്റ്റ്ലി, അതാണ് ഇവരെ കോസ്റ്റ്ലി. ഇത് ഇത്ര മാത്രമേ ഇട്ടുള്ളൂ, പൈസ ഇല്ല. പൈസ കുറച്ച് സേവിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു, നമ്മൾ കുറച്ച് സേവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വാല്യുബിൾ ആയിട്ടുള്ളത് ഡോക്യുമെന്റ്സ് ആണ്. അതെല്ലാം സർട്ടിഫിക്കറ്റ്സ് അതെല്ലാം ഞാൻ കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഭയങ്കര ഇതായിട്ട് എടുത്തു. പക്ഷെ അത് ഇവളുടെ വീട്ടുകാര് കൊണ്ടുപോയി. ഡോക്യുമെന്റ്സ് ഒക്കെ പിന്നെയും ആധാർ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പൊ എല്ലാം കിട്ടി. അപ്ലൈ ചെയ്തു അങ്ങനെ കിട്ടി. എന്നിട്ട് അന്ന് മഴയുള്ള രാത്രി ഇറങ്ങിയിട്ട് ആടുന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് പോവാൻ. ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. അങ്ങനെ പുറത്തൊന്നും രാത്രി ഒന്നും പോയിട്ടെങ്കിൽ അല്ല അന്ന് ഇറങ്ങണം എന്ന് എന്തുകൊണ്ടാ ഉണ്ടായ വീട്ടിൽ നിന്ന്? വീട്ടില് വേറെ അന്ന് അടിയോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊക്കെ ആണല്ലോ നമ്മൾ സാധാരണ ലവ് സ്റ്റോറി കേൾക്കാറ്, വീട്ടിലുള്ള ഒരു അടിക്കുന്നു പിടിക്കുന്നു. ഞങ്ങളുടെ എയിം ആകെ പഠിത്തം കഴിയണം ഇറങ്ങണതായിരുന്നു. പഠിത്തം കഴിഞ്ഞു, എക്സാമും കഴിഞ്ഞു, എല്ലാം സെറ്റായി. അപ്പൊ ഒരു ദിവസം പെട്ടെന്ന് ഓക്കെ നമുക്ക് ഈ ഒരു ഡേറ്റിന് ഇറങ്ങാം. നോക്കുമ്പോ അന്ന് ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഓട്ടോ ചേട്ടനും സെറ്റായി, നമുക്ക് നമ്പറൊക്കെ വാങ്ങി നമ്മള് ആ പുള്ളി അപ്പൊ അവിടെ വരാം. പുള്ളിക്ക് അറിഞ്ഞൂടാർന്ന് എന്താ സംഗതി. ഫ്രണ്ട്സുകൾ ഞാൻ ഇല്ലല്ലോ ചേട്ടന്റെ കൂടെ പോകുന്നത്. അപ്പൊ ചേട്ടനാണെങ്കിൽ എന്തോ ഒരു പന്തികേട് ഉണ്ടല്ലോ ഇവിടെ മോത്ത്. ഈ മണ്ടി ആണെങ്കിൽ ആ ചേട്ടനോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു പോണ വഴിക്ക് പോലീസുകാരെ അങ്ങനെ കൈയാണിച്ചാ ഹോസ്റ്റലിലോട്ട് അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി പോലീസുകാരൊക്കെ കൈയ്യട്ടോ. പുള്ളിക്ക് ഡൗട്ട് അടിച്ച് അപ്പൊ ആ ചേട്ടൻ എന്തിനാ മോളെ പോലീസുകാർ കൈയാണിച്ചാ ചോദിക്കുന്നത്. തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിടാത്ത നന്നായി. ഇല്ല അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ടാൽ ഇവിടെ അധികം നേരം വെക്കൂല, വേം വിടും. കയ്യിലിരിപ്പുണ്ട്. അമ്മ ഇതാണ് എന്നിട്ട് പോയി. എന്നിട്ട് ഞാൻ കോഴിക്കോട് ഇവള് നമ്മള് ഉദ്ദേശിച്ച സ്ഥലത്തെത്തി, ഒരു ഓർഗനൈസേഷനിലെത്തി. പിന്നെ ഞാനാണെങ്കിൽ എനിക്ക് എക്സാം ഉണ്ട് പറഞ്ഞു, വൈവ കംപ്ലീറ്റ് ആയിട്ടില്ല പറഞ്ഞു. അങ്ങനെ വീട്ടിൽ നിന്ന് പറഞ്ഞ് ഇറങ്ങി. പക്ഷെ എക്സാം എല്ലാം കഴിഞ്ഞത് ഞാൻ രാത്രി. ഇവള് ഇറങ്ങുന്ന സമയത്ത് ഞാൻ അറിയാണ്ട് ഉറങ്ങിപ്പോയി. ഞാൻ എണീച്ച് നോക്കുമ്പോണ്ട് ഇവള് എത്തിക്കഴിഞ്ഞ ഇവള് എത്തിക്കഴിഞ്ഞ അവിടെ നിന്ന് പിക്ക് അയച്ച്. അപ്പൊ ഞാൻ നല്ല പാർട്ട്ണർ ഇല്ല, ഇത്തിരി നേരം ഉറങ്ങിയത്. രാത്രി ഉറങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കുക. പെട്ടെന്ന് അങ്ങോട്ട് ഉറങ്ങിപ്പോയതാ ടെൻഷൻ കൂടിയിട്ട്. അപ്പത്തേക്ക് ടെൻഷൻ വന്ന് ഉറങ്ങണ്ടേ? എനിക്ക് അടുത്ത ദിവസം എക്സാം ഒക്കെ ടെൻഷൻ വന്നാ പിന്നെ ഉറങ്ങാൻ തന്നെ അറിയാണ്ട് ഉറങ്ങിപ്പോയാണ്. അതിന് പ്രശ്നമാക്കണേ ആള് വിടണ്ടല്ലോ. അതെ 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 അത് ശരിയാ. ഇപ്പൊ എന്താ ചേച്ചിന്റെ പ്രശ്നം? എന്താ പ്രശ്നമല്ലേ മക്കളെ? നിങ്ങൾ എന്താ ചോദിച്ചാ മതി.
എന്നിട്ട് നമ്മള് ഇവളവിടെ എത്തി. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ട്രെയിന് ഇറങ്ങി. അപ്പോ എനിക്ക് ലോങ് ഹെയർ ആയിരുന്നു ഇവിടെ വരെ. ഇങ്ങനെ ഷോർട്ട് ചെയ്ത് പറയട്ടോ, പറയാണെങ്കിൽ കുറെ ഈ എപ്പിസോഡൊന്നും സമയമില്ല. അപ്പൊ അങ്ങനെ ഹെയർ കട്ട് ചെയ്തതിന്റെ വേറെ ആരും കണ്ടിട്ടില്ല, എന്റെ ഉമ്മി അനീത്തി അല്ലാതെ. അപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ പോയി. ബാഗിലാണെങ്കിൽ നല്ല മുടി ഉണ്ടായിരുന്നു. അതിനുശേഷം മീഡിയയിൽ വരുന്ന അത്ര മുടി. ജിത്തു ജോസഫിന് ഇത്ര ബുദ്ധി കാണൂല, മുടിയൊക്കെ കട്ട് ചെയ്ത് ഇറങ്ങിപ്പോയി. എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. അത് സാധനങ്ങൾ കൂടുതലായിരുന്നു പറഞ്ഞില്ല. അപ്പൊ ഉമ്മിക്ക് ഒരു ഡൗട്ട്, ഉമ്മി വേഗം ബാഗ് ഉമ്മ പിടിക്കാൻ വന്നു. ഞാൻ ഉമ്മീന്റെ കുക്കർ, ഉമ്മീന്റെ അല്ല, ഉമ്മിക്ക് അത് ഹൗസ് വാമിങ്ങിന് ആരാണ് കൊടുത്ത പുതിയ കുക്കറാ. കിട്ടിയെന്നല്ലേ നോക്കിണ്ടാവല്ലേ? വീട്ടിലൊരു ഗിഫ്റ്റ് കിട്ടിയപ്പോ ഇല്ല, അപ്പൊ നോക്കിയില്ലായിരുന്നു. ഇറങ്ങേണ്ട നേരത്താണ്. അതാ കഞ്ഞിയും കാലം വെക്കണ്ടേ. അതെ, ചിക്കൻ കറി വെക്കാൻ കുക്കർ യൂസ് ചെയ്യാറുണ്ടോ? മൾട്ടിപ്പിൾ യൂസ് അല്ലേ കുക്കറിൽ ചായ വെക്കും. അതെ, കുക്കറാണ് ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾക്ക് എന്താണ്? എനിക്കിങ്ങനെ അല്ല, അത് കുക്കറിൽ ചായ വെക്കുമല്ലോ, നല്ല ചായ വെക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, ഞങ്ങൾ വെച്ചിട്ടില്ല. അപ്പൊ അത് വിസിലടിച്ച് പോകൂലേ? വിസിലടിച്ചിട്ട് ചായ വെക്കുന്നത്? ചായ വെക്കരുത്. ഞങ്ങള് പാത്രത്തില് വെക്കാം. രണ്ട് വിസിലടിച്ചാ മതി, ചായ റെഡി. എടോ, അപ്പൊ പോകൂലേന്ന് ചോദിച്ചേ. ഞാൻ ഫസ്റ്റ് അറിയുമ്പോ കുക്കറിൽ ചായ വെച്ച് 2 വിസില്, അരിയൊക്കെ വേവിക്കുന്ന 4-5 വിസിലൊക്കെ ഞാൻ കേട്ടിരിക്കുന്നത്. ഇവിടെ വയ്ക്കുന്ന ഭക്ഷണം, ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാറുണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഓക്കെ. കുക്കറിന്റെ പേരിൽ കേസാ ഇനിയിപ്പോ കേസ് എത്ര ലിറ്ററിന്റെ കുക്കറായിരുന്നു? അത് ചെറിയ കുക്കറായിരുന്നു. എനിക്ക് ലിറ്റർ അറിഞ്ഞൂടാ. ഇത് നിങ്ങൾ അടുത്ത് എപ്പോഴാ കുക്കർ കാണിക്കണം കേട്ടോ, നിങ്ങളുടെ വ്ളോഗിൽ. ഇതാണ് ആ കുക്കർ. ഉമ്മയ്ക്ക് വലിയ കുക്കറായിരുന്നു, അത് ചെറിയ കുക്കറായിരുന്നു. ഉമ്മയ്ക്ക് യൂസ് ഉണ്ടാവൂല. മോളെങ്കിലും യൂസ് ചെയ്യട്ടെ, വേറൊന്നും ആ വീട്ടിൽ നിന്ന് തരാൻ പറ്റിയിട്ടില്ല. അതെയല്ലേ ശരിക്കും ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിക്കുമ്പോ സ്ത്രീധനല്ല കുക്കർ. അതെ, എന്തൊക്കെ ഏത് കമ്പനീന്റെ കുക്കർ? ആ കുക്കറിന് ഇത്ര എന്താ കുക്കറിന്റെ ഇതെന്താ, ഏത് കമ്പനിയാ? അതൊന്നും ഇറങ്ങാനായിരുന്നു നോക്കാൻ പറ്റിയില്ല. പിന്നെ പിജിനല്ല വേറെ എന്തേലും ഏതോ ആണ്. ഇത് നിങ്ങൾ ക്ലാസ് എടുക്കും, ക്ലാസ്സിലല്ലേ നിങ്ങൾ പരിചയപ്പെട്ട സ്കൂളിൽ അല്ലേ? എത്ര 8ാം ക്ലാസ് 9ാം ക്ലാസ് ആണോ, അല്ലെങ്കിൽ +1 +2 ആണോ? ഹയർ സെക്കൻഡറി ലെവലിലാണ് കാണുന്നത്. അപ്പൊ ഫസ്റ്റ് 100 വന്നതൊക്കെ ഓർമ്മയുണ്ടോ? സോറി, അതിൽ വന്നത് ഓർമ്മയുണ്ടോ? 100 വന്നത് ഓർമ്മയുണ്ടോ? ഞാൻ എന്റെ ക്ലാസ്സിലല്ലേ മോള് വന്നാ. ഇവളുടെ സ്കൂളിൽ 10 വരെ അപ്പൊ എന്റെ സ്കൂളിൽ അപ്പൊ വന്ന എനിക്ക് ഓർമ്മയുണ്ട്. ലൈക് ഞാൻ അപ്പൊ നോട്ട് ചെയ്തായിരുന്നു. നല്ല ഭംഗിയാണ് ഷോളൊക്കെ ചുറ്റി വന്ന് കാണാനായിട്ട്. അപ്പൊ ഭംഗിയായിട്ട് തോന്നി. പക്ഷെ ഇപ്പോഴേ പറയണം. അപ്പൊ അങ്ങനെ നമുക്ക് അറിയാത്ത പിള്ള ചൊറിയുമ്പോഴല്ലേ അറിയാം. അതെ അതെ, ശരിക്കും നമ്മൾ ഒരു ലെസ്ബിയൻ അല്ലെങ്കിൽ ഗേ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ജനിക്കുമ്പോഴേ നമുക്ക് അങ്ങനെ ഒരു ഇഷ്ടമായിരിക്കുമല്ലോ ഉണ്ടാവുക അല്ലേ? ജനിക്കുമ്പോഴേ, അതായത് ലെസ്ബിയന് നമ്മളൊരാളെ കണ്ടിട്ടല്ലല്ലോ ഇഷ്ടം വരുന്നത്. മീൻസ് എനിക്കിപ്പോ ഒരു ആൺകുട്ടീനോട് മാത്രമേ ഇത് തോന്നുള്ളൂ, ഇഷ്ടം തോന്നുള്ളൂ. അതെനിക്ക് ആദ്യം മുതലേ അങ്ങനെയായിരുന്നു. ഒരു ആൺകുട്ടീനെ കണ്ടതിന് ശേഷമല്ല എനിക്ക് അങ്ങനെ തോന്നി തുടങ്ങിയത്. ഞാൻ ചോദിക്കുന്നത്, നൂറേനെ കണ്ടതിന് ശേഷമാണോ അങ്ങനെ ഒരു ഇഷ്ടം വന്നത്, അല്ലെങ്കിൽ അതിന് മുന്നേ തോന്നിയിട്ടുണ്ടോ ആരോടെങ്കിലും ഒരു ഇഷ്ടം? ആക്ച്വലി നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ കണ്ടുവരുന്നത് കൂടുതൽ ഇപ്പൊ പെൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികളെ നോക്കും, അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ആണല്ലോ നമ്മൾ എല്ലായിടത്തും കണ്ടുവരുന്നത്. സൗദിയില് ഇങ്ങനത്തെ ഒരു പരിപാടിയില്ല. നമ്മള് ഗേൾസ് വേറെ ബോയ്സ് വേറെ വേറെ ബിൽഡിംഗ് തന്നെയാ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ കണ്ടുവരുന്നോണ്ട് നമ്മുടെ മുന്നിൽ കുറെ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ അപ്പുറത്തെ സെക്ഷനിലെ പിള്ളേരായിട്ട് റിലേഷൻ അങ്ങനെ ഇങ്ങനെ സംസാരം അങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യുകയായിരുന്നു. പക്ഷെ അപ്പൊ നമുക്ക് ഗേൾസിനോട് മാത്രമാണ് നമുക്ക് അട്രാക്ഷൻ തോന്നുന്നതെന്നൊന്നും മനസ്സിലായിട്ടില്ല. നമുക്ക് എക്സ്പ്രസ് ചെയ്യാനും പറ്റൂല. വിൽ ബി തിങ്കിങ് ലൈക്ക് ഓക്കെ, ഇനിയിപ്പോ ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും തെറ്റാണോ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അങ്ങനെയൊക്കെയാണ്. കാരണം അവിടെ നമ്മളെ ചുറ്റുവട്ടത്തിൽ എല്ലാവരും എന്താ പറയുന്നത്, ഓക്കെ ബോയ് ആയിട്ട് റിലേഷനിലായി, അങ്ങനായി ഇങ്ങനായി എന്നൊക്കെ നമ്മൾ കേൾക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ഇപ്പൊ ഒരു പെൺകുട്ടീനോട്, ഇപ്പൊ എനിക്കൊരു പെൺകുട്ടീനോട് തോന്നുന്നത് നമുക്ക് അപ്പൊ അങ്ങോട്ട് റിയലൈസ് ചെയ്യാൻ പറ്റൂല. ഓക്കെ നമ്മൾ കാണുന്ന ഓക്കെ നമ്മുടെ വാപ്പാവുമ്പോ എല്ലാരും അങ്ങനെ ആണ്, പെണ്ണ് അങ്ങനെ റിലേഷനിലാണ്. നമുക്കത് ആലോചിച്ചെടുക്കാൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു ഇതുണ്ടാവില്ല. പക്ഷെ എന്താ അറിയില്ല, ഈ ഒരു ബോണ്ട് അങ്ങനെ ഭയങ്കര സ്ട്രോങ്ങർ ആയിട്ട് പോയി. അത് അറിയില്ലായിരുന്നു. ആ ഒരു ഇത് തോന്നിയത് അപ്പോഴാണ്, എനിക്ക് തോന്നിയത് അപ്പോഴായിരുന്നു.
അല്ലാതെ കാണുമ്പോ നമുക്ക് ഇപ്പൊ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിൽ ഒന്ന് വായി നോക്കിയൊക്കെ ചെയ്യുമായിരുന്നു. അതിനങ്ങനെ ഇതൊന്നും ഇല്ലായിരുന്നു. അതും ചോദിച്ചത് വായി നോക്കുകയൊക്കെ ചെയ്യുന്നു. എല്ലാവരും വായി നോക്കുക. അല്ല, ആൺകുട്ടിയുടെ പ്രപ്പോസൽ വന്നിട്ടുണ്ടോ രണ്ടുപേർക്കും ആ സമയത്ത്? അതായത് മാരേജ് പ്രപ്പോസൽ അല്ലാണ്ട് സ്കൂൾ ലൈഫിൽ ഉണ്ടല്ലോ പ്രപ്പോസൽ. അപ്പൊ അവരോടൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ ഇല്ല, അങ്ങനെ ഇഷ്ടമൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. എന്താണ് നമ്മൾ കാണുന്നത് ഫുള്ള് ഇങ്ങനാണല്ലോ. ഇപ്പൊ നമ്മളോ ആവണോ അതൊക്കെ ഒരു എടാ, ഞാൻ ചോദിക്കാൻ കാര്യം എന്താണെന്നറിയോ? ഇപ്പൊ നൂറ, ആദില, നിങ്ങൾ ഭയങ്കര കംഫർട്ട് സോൺ ആയിരിക്കും ഒരു പക്ഷെ. അതുകൊണ്ടാണോ നിങ്ങൾക്ക് ഈ ഒരു ഇഷ്ടം വന്നത് എന്നറിയാൻ വേണ്ടി. കംഫർട്ട് സോൺ ഉണ്ടായാലല്ലേ ഇഷ്ടം ഉണ്ടാവുള്ളൂ. അതെ, അപ്പൊ അതൊരു ബോയ് ആയിട്ട് ഒരു കംഫർട്ട് സോൺ നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ബോയിനോട് ബോയ്സ് ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ഇത് ആ റിലേഷനിലേക്ക് പോവാൻ നമ്മൾ കംഫർട്ടബിൾ അല്ലേ? ഓക്കെ ഓക്കെ. ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. ഫ്രണ്ട്ഷിപ്പ് ഓക്കെ. ഇപ്പോ നിങ്ങൾക്ക് ഫാമിലി, ഞാൻ മുമ്പ് ചോദിച്ചു, ഫാമിലിനെ പറ്റി നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് അങ്ങ് സെറ്റ് അല്ലാത്തൊരു സംഭവമാണെന്ന് തോന്നുന്നു അല്ലേ? നമ്മളെ വൈബ് അതെന്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു വൈബ് പോവാതിരിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നത് കൊണ്ടല്ലേ? ആണോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് അവര് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ പോയി താമസിക്കോ? നിങ്ങളടുത്ത് പറയാം നിങ്ങൾ പിരിയൊന്നും വേണ്ട? ഇല്ല. ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം പറയും, അവർ പറയുന്ന രീതിക്ക് ഡ്രസ്സ് ഇടാൻ പറയും. ഓക്കെ, അത് പ്രാക്ടിക്കലി നടന്നൊരു കാര്യമാണ്. നമ്മളിപ്പോൾ അങ്ങോട്ട് കോണ്ടാക്ട് കീപ്പ് ചെയ്താലോ അവർ പറയുന്നോട് ഡ്രസ്സ് ഇടാൻ പറയും, പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻ അത് കട്ട് ചെയ്യണം. അതിന് പറ്റോ? ഈ കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ മക്കള് വാ. ഇതാണ് സംഭവം. റിയാലിറ്റി ആണ്. ആക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഓലിപ്പോ വിളിച്ചാ നമ്മൾ പോകുന്ന ഇല്ല, ഞാൻ പോവില്ല. ഇല്ല, ഇവളുടെ ഉമ്മ വിളിച്ചായിരുന്നു. ഞാൻ കേട്ടു. പക്ഷെ ഇല്ല. അല്ല, ഇതിന്റെ ഇടയ്ക്ക് നൂറൊന്ന് റീകണക്റ്റഡ് ആയില്ലേ ഫാമിലി ആയിട്ട്? പിന്നെ ഡിസ്കണക്റ്റഡ് ആവാനുള്ള കാര്യം ടോക്സിസിറ്റി. നമുക്ക് മനസ്സിലായി എന്തിനാ റീകണക്ട് ആയെന്ന്. ലൈക്ക് നമ്മളാണ് ഇനിഷ്യേറ്റ് ചെയ്തത്. പെരുന്നാളല്ലേ, അപ്പൊ നമ്മളെല്ലാവർക്കും ഇങ്ങനെ വിഷ് ആയിക്കോളൂ, ഈദ് മുബാറക്ക് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങളോട് പറഞ്ഞ് മുമ്പ് കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് പാവടിക്കും. അപ്പോഴത്തെ ആ ഒരു ഇതുള്ളൂ, പെട്ടെന്ന് ഭയങ്കര ഇമോഷണൽ സെൻസിറ്റീവ് സാധനമാണ് ഇവള്. പക്ഷെ അപ്പൊ കേറി സംസാരിക്കുമ്പോ കുറച്ച് റൂഡായിട്ട് ഇതാണെങ്കിലും എനിക്കത് നിൽക്കൂല, ഞാൻ വിടും. പക്ഷെ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവൂട്ടാ അങ്ങനെ ഒരു സാധനം. അപ്പൊ ഇവര് പിന്നെ കോണ്ടാക്ട് ചെയ്ത് ഞാൻ വെച്ച് വേണ്ട, ഇപ്പൊ നമ്മൾ ഒരുമിച്ചാണ്, നമുക്കിനി അങ്ങോട്ട് ആരോടും ഒന്നും വേണ്ട, മിണ്ടിയേക്ക്, അല്ലെങ്കിൽ ഒരു ഈദ് മുബാറക്ക് തിരിച്ചിട്. ഞാൻ അങ്ങനെ ഇങ്ങനെ കുറേ ഇടന്ന് പറഞ്ഞിട്ട് അവൾ ഇട്ടത്. അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് എന്നെയൊക്കെ ആയിട്ട് വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. നമുക്ക് ഡൗട്ട് അടിക്കാൻ തുടങ്ങി. ഇവരൊരു നേച്ചർ നമുക്കറിയാം, എങ്ങനത്തെ സംഭവത്തിലോട്ടാണ് ഇൻവോൾവ്, കൂടത്ര അങ്ങനത്തെ സംഭവമൊക്കെ ഇവള് കണ്ടിട്ടൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് കണ്ടപ്പോ എന്തെന്നാ, ഇവര് ചിലരുണ്ടല്ലോ അറിയാണ്ട് തന്നെ ഉള്ളത് പറഞ്ഞു. ചിലപ്പോ എനിക്ക് നിങ്ങളെ ട്രാപ്പ് ചെയ്യണമെന്നുണ്ടാവും. പക്ഷെ നിങ്ങളുടെ അങ്ങനെ ഇത്ര മണിക്ക് ഇവിടെ എത്തണോട്ട് ആരും ഉണ്ടാവൂല, പക്ഷെ നിങ്ങൾ വാ, അങ്ങനത്തെ ഒരു സംഗതി. വീട്ടിലോട്ടൊക്കെ വിളിച്ച് മതിലൊക്കെ വലുതാണ്, ഉമ്മ പറയാ മതിലൊക്കെ വലുതാണ്, ചാടാൻ പറ്റൂല. ഇല്ല, അതായത് ഉള്ളില് വന്നാൽ ഉള്ളിലാര് വന്നെന്ന് അറിയൂല, മനസ്സിലായോ? പിന്നെ മുളക് പൊടി പൊടിച്ചു തരാം, അത് പൊടിച്ചു തരാം, പൊടിക്കുന്നതിലൊക്കെ വേറെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവരുടെ ആയിട്ട് എന്റെ അനിയത്തി ആയിട്ട് റീകണക്റ്റഡ് ആയി ഇരുന്നു. ഞങ്ങൾ മീറ്റ് ചെയ്തു. അപ്പൊ ആ ഒരു ടൈമിൽ അനിയത്തി പറഞ്ഞു എന്നെ കൊല്ലാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു, അറിയോ വല്ലതൊന്ന്. അപ്പൊ അങ്ങനെ കേട്ടപ്പോ നമ്മൾ വിചാരിച്ചു ഓക്കെ കട്ട് ചെയ്തു, നന്നായി. ഓക്കെ. അതിലൂടെ ഫാമിലിന്ന് ഇങ്ങനത്തെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? എന്റേന്ന് കൊല്ലാനായിട്ട് ഇതാക്കിയിട്ടാണോന്ന് അറിയത്തില്ല, ബട്ട് സ്റ്റിൽ കംപ്ലീറ്റ്ലി സൈലന്റ് ആയിരുന്നു. പുറത്തുനിന്നുള്ള ഒരു സംഗതിയായിരുന്നു. ബട്ട് സ്റ്റിൽ എന്തൊക്കെയോ പോകുന്നുണ്ടായിരുന്നു, പക്ഷെ ഇത്ര ഇല്ല. ജീവിക്കട്ടെ, ഒന്നുമില്ലല്ലോ എന്റെ മക്കളാണെന്നുള്ള ഒരു കൺസിഡറേഷൻ അവിടെ അല്ല. അതല്ല കേട്ടോ. ഇനി നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഗെയിമിലേക്കാണ് പോകുന്നത്. ഇങ്ങനത്തെ ഗെയിമാണ് ഞാൻ ഇതാണ് ഗാന്ധിജി രത്നം കണ്ട ഇന്ത്യ. ഇങ്ങനത്തെ ഗെയിം തരണം. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ ഫോള് ഏറ്റവും ഫസ്റ്റ് ആരിത് കഴിക്കുന്നുണ്ട്. റെഡി 1 2 എടോ 2 എത്തുമ്പോഴത്തേക്ക് ഇവിടെ ജയിച്ചേ. ആയിക്കോട്ടെ, എത്ര പൊളിച്ചോ മതി. റെഡി 1 2 3 സ്റ്റാർട്ട്. തിന്നോ. ഫസ്റ്റ് ആര് ജയിക്കും? ഇതെനിക്ക് ഇഷ്ടമല്ല. തണുപ്പുണ്ടല്ലേ, വാങ്ങാറുന്നില്ലേ? വേണ്ടത് പാകത്തുനിന്ന് തൊണ്ട കെട്ടി എന്ത് തീറ്റയാണ്?
വെള്ളം കഴിച്ചോ? ചത്തൂട്ടോ ഐസ്ക്രീം തൊണ്ടേ കൂടി ചത്ത്. അതെ. കോപ്പി കഴിഞ്ഞു. ആശാൻ കഴിക്കലേ തുപ്പരുത് കഴിച്ചോ. ഞാനൊരു കൊടയും കൂടെ എടുത്തു. ഫേസ് പാക്ക് ഇട്ടു കേട്ടോ. ഡേറ്റ് ആണ്. ജയിച്ചിരിക്കുന്നു. പിടിച്ചോ. കൺഗ്രാറ്റ്സ്. ആർക്കെങ്കിലും തീറ്റ മത്സരത്തിന് വിളിക്കണം, ഈ കുട്ടീനെ വിളിക്കുക. ഒറ്റയടിക്കാണ് ഐസ്ക്രീം വെട്ടി വീഞ്ഞത്. അടുത്തത് നോ എക്സ്പ്രഷൻ ചാലഞ്ച്. ഓക്കെ, എടുത്തോ. ഇത് നിങ്ങൾ ജയിക്കും. ഞാൻ ഒന്നും ജയിച്ചില്ല. എനിക്ക് എപ്പോഴും ജയിക്കുന്ന ഇഷ്ടമല്ല. പക്ഷെ ഞങ്ങള് തല മൂത്തോര് ഇരിക്കുമ്പോ ഞങ്ങള് ജയിക്കൂല. ആദ്യം ആതിര. ആതിരക്കോത്തില കുമ്പളങ്ങ. എത്ര, 1 മിനിറ്റ് ആണോ? എക്സ്പ്രഷൻ എപ്പോഴും അപ്പ് ഔട്ട്. അപ്പൊ ഇത് തിന്നിരുന്നാലാ? നീ ജയിച്ചു. ആശ ജയിച്ചേ. ആ കോൺഫിഡന്റ് ഇട്ടുന്നു. സ്റ്റാർട്ട് ചെയ്യാ. ഫുള്ള് കഴിക്കി നോക്കട്ടെ. നീ ഫുൾ അത് എപ്പൊ തന്നെ ഔട്ട് ആവും. സ്റ്റാർട്ട് അല്ലേ? എക്സ്പ്രഷൻ എടുത്ത കുട്ടി. ആ എക്സ്പ്രഷൻ വന്ന് ഇടൂ. കഴിക്കുന്ന പുളിക്കുന്ന ഒന്നുമില്ല. ഉണ്ട്, ഒരു പുളി ഉണ്ട്. ഇനി വേണോ? ഇനി വേണം തോന്നുന്നു. എന്റെ മോളോ. യെസ്, പുളി വരട്ടെ. എക്സ്പ്രഷൻ ഇല്ലേ? തുപ്പിക്കോ. കഴിഞ്ഞോ? ഞാൻ പ്രതീക്ഷിച്ചില്ല. ആ കോൺഫിഡൻസ് എത്തുന്നുണ്ട്. ഞാൻ പിന്നെ ആദ്യം പറഞ്ഞു എനിക്ക് തന്നാ കയ്യിലെന്ന്. പാത്രം വെച്ചതിലേക്ക് എന്താ ഇല്ല. ജയിച്ചില്ലേ? ഇതൊക്കെ എന്ത്? ഇനി അടുത്ത മുളകാ. കുളിക്ക് സർബത്ത് അതിനുള്ളില് കുലിങ്ങാ. ഓക്കെ, നെക്സ്റ്റ്. ചോയ്സ് നമ്പർ 2. നിങ്ങക്ക് വീട്ടിൽ ഇതൊക്കെയാ പണി? ഫുഡ് ഒന്നും ഉണ്ടാക്കില്ല? അതെ, ഇളകി വെച്ച പ്രശ്നമൊന്നുമില്ല. ഇളകിന് വയറ്റി നടക്കിയാല. നാളെ മിക്കവാറും ഇളകും. ഞാൻ ഈ കളി ഇല്ലല്ലോ. ഒന്ന് പോളോ. ഇതിൽ ആദ്യം ജയിച്ച്. പല്ല് കുളിക്കും. തിന്നിട്ടില്ല. ഒന്നും കണക്കുള്ള പ്രായല്ലേ മക്കളെ. ടിഷ്യൂ. ബെസ്റ്റ് എടുത്തോ. ആദ്യമൊക്കെ വലിയ കാര്യത്തിൽ എടുക്കുകയൊക്കെ ചെയ്യും. ഇതിൽ തോക്കും ചെയ്യും. ഇതിൽ നീ ജയിക്കണം നൂറ. നിനക്ക് ഞങ്ങൾ രണ്ടുപേരും ജയിച്ച്. ഫസ്റ്റ് ഞാൻ ജയിച്ചേ. ഇവിടെ എല്ലാം ചെയ്താലും ഇവിടെ തോക്കൂ. എന്തൊരു മോട്ടിവേഷൻ ഇല്ലാത്ത സാധനം എടുത്തോണ്ട്. റെഡി 1 2 3. ഓക്കെ. എന്റെ പഴം പൊളിക്കാൻ പറ്റും. എന്റെ പഴുത്തിട്ടുള്ള ആട്ടെ. ഇതെന്ത്? എനിക്കും ശരിയില്ല. പഴത്തിന്റെ ഫേസ് പാക്ക് ഇടാനല്ലോ പറഞ്ഞത്. ആസ്വദിച്ച് പഴം തിന്നിട്ട് എന്തൊക്കെ വിചാരമാണ്. വിശപ്പുണ്ടോ? ഇനി അടുത്തത് വേണ്ട. ഇതെങ്ങനെ തുപ്പിയ നല്ല തിന്നോ? തിരിച്ചു തന്നെ ഞാൻ പറയാം. ആസ്വദിച്ച് വെച്ചോ. ഓക്കെ, അടുത്ത ജയിച്ചാ ഞാൻ ജയിച്ചു. പാവം. ഞാൻ നല്ല നമ്മൾ ആരാണ് ഫസ്റ്റ് ജിലേബി തിന്നെടുക്കുക? ജിലേബി കുട്ടനെ തിന്നാൻ പോകുന്നത് നമ്മൾ 3 പെണ്ണുങ്ങളാണ്. അപ്പൊ ഈ ജിലേബി ചെറുക്കനെ ഏത് പെണ്ണ് പുള്ളത്? ആർക്ക് വേണം ഈ ചെറുക്കൻ? എനിക്കത് എന്താകും? കഴിക്കൂ. വല്ലാണ്ടാവും. നമ്മള് ചെറുതൊക്കെ എടുത്താ ഈ ജിലേബി ഞങ്ങൾ ജാങ്കിളിയാണോ? ഞങ്ങളൊരു വിരുന്നൊക്കെ വന്നപ്പോ ഇത് കോമ്പറ്റീഷനാ. ചായ പറ്റൂല. ചായ വേണോ? വേണമെന്നുണ്ടായിരുന്നു. ഒന്നും വേണ്ട. അത് പോണോ?
നിങ്ങൾക്കാണ് മധുരം ഇഷ്ടം? എനിക്ക് അത്രക്ക് ഇങ്ങനെ ഒന്നാന്നും ഇഷ്ടമല്ല. ഇത് കോമ്പറ്റീഷൻ ആണോ? കഴിക്ക് വേഗം ഫാസ്റ്റ് അടിക്കുക. ആദ്യം ജയിക്കും നോക്കട്ടെ. എന്റെ ഐഡിയ എടുക്കാൻ നമ്മള് തരുന്ന കഴിച്ചു. അതിന്റെ പ്രശ്നമാണോ? ഇത് മൊത്തത്തിൽ കൂട്ടാ ഞാൻ സുപ്പോള് തുപ്പുമ്പോഴുള്ള സുപ്പോ എന്ത് നിങ്ങൾ തുപ്പി കളിക്കാറുണ്ടോ? ഞാനൊക്കെ എന്റെ ഹസ്ബൻഡ് എന്നെ എന്തെങ്കിലും വിളിച്ച അപ്പൻ തുപ്പിക്കണം. തുപ്പില്ല. നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഇതാണ് തുപ്പൽ. ആരും ഒന്നും തുപ്പിക്കാളുണ്ട് കേട്ടോ. ഓവർ തുപ്പണ്ട. ആരാ ജയിക്കുന്നത്? ഇത്രേ ഉള്ളൂ. അയ്യോ നെക്സ്റ്റ് എന്തൊക്കെയുണ്ട്? ബിരിയാണി മന്തിയൊക്കെ ഇവർക്ക് കൊണ്ടുവന്നൂടെ അല്ലേ? അതെന്താ? എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു മിഠായി അത്. ഭയങ്കര മധുരം. മധുരം കഴിച്ചിട്ട് സമ്മാനം കൊടുക്കണ്ടപ്പാ. കൊടുക്കണം. ഇതെന്താ പൊളിക്കാൻ ആവശ്യമൊന്നുമില്ല. ഇത് ആദ്യം പൊളിച്ചിത്ര വെക്കല്ലോ. ഇപ്പൊ ആവേശമല്ല. വന്നിച്ച് ആര് ജയിക്കും? വേണോ? കഴിച്ചോ? ശരിക്കും ലാസ്റ്റ് ഇവര് പ്രൈസ് തരും. എന്താ പ്രൈസ്? ഗിഫ്റ്റ് ഉണ്ട്. വേണമെങ്കിൽ ഗിഫ്റ്റ് ഉണ്ട്. വൗച്ചർ എന്താ? ഇവിടെ ലുലു മോളിൽ പോയിട്ട് ഇവിടെ ഫുഡ് കോർട്ടില് എല്ലാരും കഴിക്കേണ്ടത് കാണിച്ചു തരും ഫ്രീ ആയിട്ട്. ആ ഉണ്ട്. സീരിയസ്ലി വേഗം കഴിച്ചോ. ഞാൻ ഗൂഗിൾ പേ തരാം. വൗച്ചർ വേണ്ട, അങ്ങനെ ഇട്ടേക്കൂ. കഴിച്ചോ. കഴിക്കടോ. നടക്കൂല. എന്താ നിങ്ങൾക്കൊരു ഇതില്ലാത്ത? വേഗം കഴിക്കി. ടൈം കഴിയുന്നവരെ കഴിക്കണം. വെറൈറ്റി മീഡിയയുടെ ആങ്കർ താത്താക്ക് ഷുഗർ ഉണ്ട് ഗൈസ്. അയ്യോ ആരാ ജയിച്ചേ? അതെ ഇവിടെ തന്നെ. ഇവിടെ കഴിച്ചേ. ഓ